ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യക്കുട്ടൻ അവധിയാകട്ടോ, ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം. അപ്പോൾ രാവിലെ ഹസ്ബൻഡ് ഓഫീസിൽ പോയി, ഫുഡൊന്നും കൊണ്ടുപോയില്ല. കാരണം ഇന്ന് അവർക്ക് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടോ എന്തോ പുറത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് ഇന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഞാനും ആദ്യക്കുട്ടനും കൂടെ പകൽ ഇവിടെ ഇരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ രാവിലെ ഞാനും ആദ്യം കൂടി ഇരുന്ന് കുറച്ച് നേരം അച്ഛൻ ഓഫീസിൽ പോയി കഴിയുമ്പോഴത്തേനും കുറച്ച് നേരം ഞങ്ങളിരുന്ന് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുവേ. അപ്പം കളി എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് സെറ്റും വെച്ചിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കും. അത് തന്നെ ആദ്യക്കുട്ടൻ്റെ മെയിൻ കളി അതാണ്. അപ്പം ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കളിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ട് സെയിം കളറാണ് ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാനാണ് രാവിലെ തന്നെ ഇരുന്ന് വായിക്കൊട്ട വിട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഉറക്കം വരുക രാവിലെ തന്നെ, എന്നാണെന്നറിയത്തില്ല. അപ്പം ഞാൻ ആരോട് പറയുമായിരുന്നു, കളിക്കുന്ന കൊള്ളാം, പക്ഷേ ഇത് പിറക്കി ഒന്ന് വൃത്തിക്ക് വെക്കാനും കൂടെ പഠിക്കണമെന്നൊക്കെ ഞാൻ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ അവൻ ചെയ്യുകയും ചെയ്യും, പക്ഷേ എങ്കിൽ കുറച്ച് 5 മിനിറ്റ് പോലും കാണത്തില്ല. അത് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് പണ്ടത്തേൻ്റെ പിന്നത്തെ ആക്കി വെക്കും കേട്ടോ. അപ്പം എന്നാലും ഞാനിരുന്നിങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ലേ. അപ്പം ഇനിയിപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് ഞങ്ങൾ പോവുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് ഓർത്ത് മാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കുക ഒരു വീഡിയോ കണ്ടിട്ട് മണിപ്പുട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അരിപ്പൊടി ഇരിപ്പുണ്ട്. മൈദയാണോർത്ത് വാങ്ങിച്ചതായിരുന്നു, അത് അരിപ്പൊടിയാ. അപ്പൊ ഇന്ന് മണിപ്പുട്ട് അതെന്താ സംഭവം എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ഓർത്തിരിക്കുക. അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതാക്കല്ലേ ആൾക്കുട്ടാ? മണിപ്പുട്ടാകട്ടെ? എന്നാന്ന് വെച്ചോണ്ടാ വായിന്ന് മടിയൊന്നും വരത്തില്ല. നമുക്ക് അരിപ്പൊടി വേണം ഇതിന്. പിന്നെ ഇതിനകത്തോട്ട് എന്താ തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിക്കുവോ, അല്ലെ നമ്മള് ഒന്നുകൂടെ യൂട്യൂബിൽ നോക്കണം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിക്കുവാണോ അതോ തേങ്ങാപ്പാല് പഞ്ചസാരയൊക്കെ ഇട്ടതിന്റെ കൂടെ കൂട്ടും, അങ്ങനെ രണ്ടും മേളിലും പറ്റും. അപ്പൊ ഇനിയിപ്പം ഈ ദോശമാവൊക്കെ എടുത്തങ്ങ് വെച്ചേക്കാം. ഇതിന്ന് വെറുതെ ഇനി കേടായിപ്പോണ്ട്, നാളെ നമുക്ക് എടുക്കാം. ദോശമാവ് ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി നമ്മള് ചൂടുവെള്ളത്തിലേ അരിപ്പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പൊ അതിനാവശ്യമുള്ള വെള്ളം ഒന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ആദ്യമേ തന്നെ. കുറച്ച് മതിയായിരിക്കും. അയ്യോ, കറണ്ട് ഇല്ല. ഉണ്ടോ? ഇനിയിപ്പൊ നമുക്ക് ഇതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട അരിപ്പൊടി ഒക്കെ എടുത്തൊന്ന് കുഴച്ച് വെക്കാവേ. കുഴച്ച് നമ്മുടെ നോർമൽ കോഴിക്കോട്ടയുടെ പോലെ തന്നെ കുഞ്ഞായിട്ട് പക്ഷെ ഉരുട്ടിയെടുക്കും, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കുറച്ച് മതി. എനിക്ക് ആദ്യക്കുട്ടിനെ മാത്രം മതി. ഹസ്ബൻഡ് വിടില്ല, ഓഫീസിൽ പോയി. ഇന്നിപ്പോ ആദ്യക്കുട്ടിന് അവധിയാണ്, അതാ ബക്രീദിന്റെ. ഇത് മതിയായിരിക്കും. ഇത് കുഴച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ എടുത്തേക്കാം. ഇത് മതിയായിരിക്കും. കുഴച്ച് കഴിയുമ്പോഴത്തേന് എനിക്കൊന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരുമല്ലോ. മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെടുമോന്നും അറിയത്തില്ല, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്നതേ ഉള്ളേ. നമുക്ക് നോക്കാം കൊള്ളാവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അപ്പൊ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇത്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു സ്പൂൺ കൊണ്ട് ഇടാമല്ലോ, ഇനിയിപ്പൊ കുറഞ്ഞു പോയാലോ. ഇത് മതി. ഇനിയിപ്പം ഇതിനകത്തോട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ വെള്ളം തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. തിളച്ച വെള്ളം വേണമെന്നാ തോന്നുന്നത്, ചൂടുവെള്ളം മതിയോന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് ഇതിന് തേങ്ങാപ്പാലാണ് ഇതിന് കൂട്ടുന്നത്. അപ്പൊ അതിനുള്ള തേങ്ങ ഒന്ന് കൊത്തിയെടുക്കാവേ. കൊത്തി അടിച്ചെടുക്കാം മിക്സിയിലിട്ട്. വെള്ളം ആയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ തിളച്ച്. അപ്പൊ നമുക്കേ ഈ ചൂടുവെള്ളം ഇതിനകത്തോട്ടൊന്ന് ചേർത്തൊന്ന് കുഴച്ചുരുട്ടിയെടുക്കാം. നമ്മുടെ നോർമലായിട്ട് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ്.
ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേനും പൊടിയൊക്കെ അങ്ങ് ഇരട്ടിച്ച് വരും. അതാണ് ഞാൻ പിന്നെ അധികം എടുക്കാൻ. തൊണ്ടയ്ക്ക് രാവിലെ തന്നെ ഒരു കിച്ച് കിച്ച് പോലെയുണ്ട്. എന്തോ ഒരു സൗണ്ടിനൊരു കരകരപ്പ്. അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു കനമുള്ള ബലമുള്ള തവി വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഇളക്കുമ്പോൾ എടുക്കാൻ. അപ്പം ഞാനിത് എൻ്റെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു തടിത്തവി വെച്ചിട്ടാണ് കുഴക്കുന്നത്. പിന്നെ ഈ ചൂടുവെള്ളം എനിക്കൊന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം എടുക്കുന്നത്. എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ നോർമൽ കോഴിക്കൊട്ട സാധാ വെള്ളത്തിൽ കുഴച്ചുണ്ടാക്കിയിട്ട് എറിഞ്ഞാൽ എയർ കൊള്ളുന്ന ആളവിടെ തട്ടിപ്പോവും, വീഴും. അത്രയ്ക്കും തടി പോലായിപ്പോയി ഒരിക്കലും ഉണ്ടാക്കിയിട്ട്. അപ്പം എനിക്ക് അറിയത്തുണ്ടായില്ല. ഫസ്റ്റ് ടൈം ഇതുപോലെ ഒന്ന് കോഴിക്കോട്ട ഉണ്ടാക്കിയതാ, മധുരമൊക്കെ വെച്ച് വലിയ കാര്യത്തില്ല. പക്ഷെ അത് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഇത് ഇത്ര മതിയെന്ന് തോന്നുന്നേ. ഇത് മതി, ഉരുട്ടിയെടുക്കാനുള്ളൊരു പാകത്തിന് ആക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ. ആ നേരത്തെ സമയം കളയാതെ ഇതിനുള്ള തേങ്ങയും കൂടെ ഒന്ന് നമുക്ക് അരച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇനി ഒരു മിക്സി ജാറ് എപ്പോ പോയി കിട്ടുമെന്ന് അറിയില്ല. കാരണം ഞാനിപ്പോ എപ്പോഴും തേങ്ങ ഇങ്ങനെയാ ചെയ്യുന്നത്. ഭയങ്കര മടി ഇപ്പൊ ചിരണ്ടാനായിട്ട്. തന്നെയല്ല, ഇത് ചിരവയുടെ നാക്കിന് ഒരിളക്കമുണ്ട്. അതുപോലെ തന്നെ അതിന് മൂർച്ച ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ നാക്കതിന്റെ ഒന്ന് ശരിയാക്കണം. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ ഒരു ഭയങ്കര മടുപ്പാത്ത ചിരണ്ടാൻ തോന്നത്തില്ല. ഇതാകുമ്പോ അങ്ങ് കൊത്തി. ഇതും പാടതിന് അരിഞ്ഞെടുക്കാൻ വേണ്ടി സൂക്ഷിച്ചിലെ കൈയൊക്കെ മുറിയും. അപ്പൊ ഇനി തേങ്ങാപ്പാലൂടെ ഒന്ന് ആക്കിയെടുക്കട്ടെ. അപ്പൊ തേങ്ങ എല്ലാം ഇതിനുള്ള കരണ്ടൊന്ന് പോയിട്ട് വന്നതാട്ടോ. തേങ്ങ എല്ലാം നമ്മൾ ഒന്ന് കൊത്തി വെച്ച് അരച്ചില്ലേ. കാരണം ഇതൊന്ന് അടുപ്പേ വെച്ചിട്ട് അതരയ്ക്കുവാണെങ്കിൽ അതും ആകും ഇതും ആകുമല്ലോ. അപ്പം അതുകൊണ്ട് തേങ്ങ അവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ വേണ്ടി ഇതൊന്നും നമുക്ക് കുഴച്ചെടുക്കാവേ. കയ്യിൽ ശകല എണ്ണയോ നെയ്യോ എല്ലാം ഒന്ന് തൂത്തേക്കല്ലെന്നുണ്ട് ഭയങ്കരമായിട്ട് അതൊന്ന് ഇതാകുന്നു, ഒട്ടിപ്പിടിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ഒന്ന് അത് കുഴച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് കയ്യിൽ ഒന്ന് തൂക്കാം. അപ്പം അതേ കൈ 2 ശകലം തൂത്തിട്ട് നമുക്കിരുന്ന് പിടിക്കാവേ. പക്ഷെ ഇതെന്നെ പറഞ്ഞാൽ കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ സമയം. ഇതിലും കുഞ്ഞാക്കണമെന്ന് തോന്നുന്നു. തീരെ കുഞ്ഞാക്കി ചെയ്യുന്നത്. എന്നിട്ട് ചിലരിത് ഇങ്ങനെ ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തോ ഒരു ഷേപ്പ്, അതിൽ നല്ല ഇതായി എളുപ്പമുണ്ട്. ഈ പാത്രങ്ങളിൽ ശകലം നെയ്യ് തൂത്ത് കൊടുക്കായിരുന്നു നമുക്ക്. അതാ ബൊട്ട് ഒക്കെയൊന്നും പിടിക്കത്തില്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു വെപ്രാളത്തിലും എല്ലാം ഒന്നും മനസ്സിലാവാത്ത പോലെ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊന്നും ഇതുവരെ ഇത് ഉണ്ടാക്കി കണ്ടിട്ടില്ല, ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊന്നും എനിക്ക് തോന്നുന്നു ഇതങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു പലഹാരമല്ലെന്ന് തോന്നുന്നു. അതാ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫേമസ് ആണേലും അല്ലേലും ഇങ്ങനെയൊക്കെയല്ലേ ആവുന്നത്. ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അമ്മയോടൊക്കെ പറയും. അപ്പം അവരുണ്ടാക്കും. അങ്ങനെ ചെറുത് വേണമെന്ന് തോന്നുന്നു. എടുക്കുന്നെല്ലാം കുറച്ച് വലുതായി പോവുക. അപ്പൊ അടുക്കളയിൽ നിന്നത് ചെയ്ത് കഴിയാൻ മടുത്ത് ഇത് വലിയൊരു പണിയായി. വേണ്ടായിരുന്നു ഇപ്പൊ ഓർക്കുക. അപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആദ്യക്കുട്ട വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ ഞാനിവിടെ അപ്പൊ ഇതിനി ഉരുട്ടി ഇത് എപ്പോ ആക്കും. ഇപ്പൊ തന്നെ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വിശക്കുന്നുണ്ടോ? കുറച്ചുകൂടെ ഉള്ളൂ. ഞാൻ ഇനി അതെല്ലാം ഉരുട്ടി ഒന്ന് ആക്കട്ടെ.
അപ്പം ഞാൻ അതിനകത്തോട്ട് ഇത് ഇറക്കി വെച്ചപ്പോൾ ഇച്ചിരി വെള്ളം കുറവ് പോലെ തോന്നിയേ. അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചിട്ട് വെക്കാമെന്ന് ഓർത്ത്. അല്ലെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടി പെട്ടെന്ന് ഇത് വെള്ളം വറ്റിപ്പോയിട്ട് അങ്ങ് കരിഞ്ഞ് പിടിക്കും തീരെ വെള്ളമില്ലെങ്കിൽ. പക്ഷെ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഉണ്ടല്ലോ ഈ ഇഡലി തട്ട് ഒട്ടും ഹൈറ്റ് ഇല്ല അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ടുള്ള. അപ്പം പെട്ടെന്ന് തന്നെ ഈ സാധനത്തിലൊക്കെ ഒരു വെള്ളപ്പിടുത്തം വരികയും ചെയ്യുവേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാണ്. പിന്നെ അതേ നമ്മുടെ തേങ്ങാപ്പാലല്ല തേങ്ങ അടിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് കയ്യോടെ അങ്ങ് ആക്കി വെച്ചിട്ട് ജാറും അങ്ങ് കഴുകി വെച്ചാൽ കല്ലെന്നുണ്ടെങ്കിൽ ഇനി അത് അവിടെ ഇരിക്കും. അപ്പോഴത്തേനും വേണ്ട നമ്മുടെ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ വിസിലടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കാം. ഞാനാണ് ഈ പാത്രം ഒന്നിനും അധികം എടുക്കാറില്ല, ഞാൻ എപ്പോഴും ആ മറ്റേ പാത്രത്തിലേ എടുക്കാറുള്ളൂ. എൻ്റെ ചെറിയൊരു പാത്രമുണ്ട്, അതിൽ ചുമ്മാ ആവിക്ക് വെച്ച പിന്നെ ഇപ്പം ഇതിനകത്താക്കി അങ്ങ്. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ കേൾക്കുവേ. അപ്പം അതേ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ വേണ്ട ഇനിയിപ്പം എനിക്ക് ആദ്യക്കൊട്ടിനും വേണ്ട ഇതിനകത്തോട്ട് ഒന്നിട്ട് എടുക്കുവാണ്. ചെറിയ പാത്രം മതി, കാരണം അധികം ഇല്ല അതിൻ്റെ കൂടെ. ഇത് കഴിക്കുമോന്ന് പോലും അറിയത്തില്ല. അപ്പം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എടുത്ത് വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ പാത്രത്തിനകത്തോട്ടൊന്ന് ആക്കുവാണ്. ഓരോന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാനോർത്ത് ഇത് വല്ലാണ്ട് അങ്ങ് ഒട്ടിപ്പിടിച്ച് പോകുന്നൊക്കെ ഓർത്ത. പക്ഷെ കുഴപ്പമില്ല, ജസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഇത് വിട്ട് വരുന്നുണ്ട്. രസമുണ്ട്. കുഞ്ഞി കുഞ്ഞി കോഴിക്കട്ടകൾ പോലെ. മണിപ്പുട്ട് വെച്ചു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇടുവാണേ. ഇതിലൊക്കെ നമ്മുടെ ആവശ്യത്തിന് മതിയായിരിക്കും. കാരണം ഞാനൊരു 1.5 സ്പൂൺ വെച്ചിട്ട്. ഇനിയിപ്പം ഈ തേങ്ങാപ്പാൽ, ഞാനിത് തേങ്ങാപ്പാലാക്കിയില്ല കേട്ടോ, തേങ്ങ അരച്ചങ്ങ് എടുക്കുക ചെയ്തത്. കാരണം നമ്മൾ നോർമൽ പുട്ടിനാണെങ്കിലും നമ്മൾ തേങ്ങ അരച്ചാണല്ലോ എടുക്കുന്നത്. സോറി, തേങ്ങ ചേരണ്ടിയാണല്ലോ ഇടുന്നത്. അപ്പം ഇത് കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ ഇട്ടാലേ ഇത്ര മതിയാവും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മണിപ്പുട്ട് റെഡിയായിട്ട് ഞാനും ആദ്യക്കുട്ടനും കൂടെ ഇരുന്ന് കഴിക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞ സംഭവം കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട്, നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ആയതുകൊണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് അതൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒറ്റൊരു അബദ്ധം പറ്റി എന്നാന്ന് വെച്ചാണല്ലോ, ഈ തേങ്ങ പാലായിട്ട് തന്നെ ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ അരച്ചിട്ടാൽ കൊള്ളത്തില്ല. അതിൻ്റെ ഒരു തേങ്ങയുടെ പിശിലിങ്ങനെ കിടക്കുമ്പോഴത്തേനും നമുക്ക്, പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ കഴിക്കുമ്പോഴത്തേനും എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ആദ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങയുടെ ഇതമ്മ എന്തോ തൊണ്ടേ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പേടിച്ചു പോയി. പിന്നെ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ആദ്യയുടെ അത് സെപ്പറേറ്റ് ഒന്ന് മാറ്റിയിട്ട് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്തു. എന്നിട്ട് ആദ്യം കൊടുത്തു. അപ്പോൾ ആദ്യം ഇരുന്നോട് പറയേ, എനിക്കിനി മേലെ മണിപ്പുട്ട് വേണ്ട, എൻ്റെ തൊണ്ടയെ കുടുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ ഞാൻ ചിരിച്ചത്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കേട്ടോ ഞാൻ കഴിച്ചു. അവൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ നേരെ ആദ്യക്കുട്ടൻ്റെ സ്കൂളിലോട്ട് നാളെ ഇവൻ്റെ ടെക്സ്റ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പം എല്ലാം ഒന്ന് റാപ്പ് ചെയ്തിട്ട് വെക്കാമെന്ന് ഓർത്തിട്ട് ഞാനും ആദ്യക്കുട്ടനോട് വേണ്ട എല്ലാം ഒന്ന് പൊതിയാനെടുത്തേ. അപ്പം എടുത്തപ്പോഴാട്ടോ കണ്ടത് ഒത്തിരി പുസ്തകം ഉണ്ട് കേട്ടോ. ഞാൻ അവർക്ക് LKG UKG ഇത്രയും എന്തുമാത്രം പഠിക്കാനേ കുട്ടികൾക്ക്. നമുക്കൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ആകെപ്പാടെ ഇത്ര സബ്ജക്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എനിക്കൊന്നും പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ പ്രാവശ്യത്തേലും ഉണ്ട്, ജസ്റ്റ് ഒരു ക്ലാസ്സോടെ കൂടിയപ്പോഴത്തേനും ഒത്തിരി ഉണ്ട്. ഇപ്രാവശ്യം ഹിന്ദിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എടുത്തപ്പോഴത്തേനും ഉണ്ട് ഒരു പുസ്തകം കേടാണ്. ഒരു ബുക്ക്, ഒരു നോട്ട്ബുക്ക് ആണെങ്കിൽ എന്തോ കടിച്ചു പറിച്ച പോലെ ഇരിക്കുന്നു. അതും ഞാനൊന്ന് മാറ്റി വെച്ചു. പിന്നെ അതുപോലെ ഒരു ടെക്സ്റ്റിൽ ഫ്രണ്ടിലെ പേജിൽ ഒരു കൊച്ചിൻ്റെ പേര് എഴുതി, പിന്നെ നെക്സ്റ്റ് പേജിലും ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബുക്ക്. അത് അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പം അത് 2 ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവരുടെ കൊടുത്ത് നമുക്ക് ചേഞ്ച് ചെയ്ത് വാങ്ങാം എന്നോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ ആദ്യയുടെ എല്ലാം ബുക്സിലെല്ലാം പേരെല്ലാം ഫസ്റ്റ് തന്നെ ഒന്ന് എഴുതുവാണ്. എന്നിട്ട് റാപ്പ് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ റാപ്പ് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്, കുറേ നേരം പിടിക്കുമല്ലോ.
അപ്പം ഞാൻ ആദ്യം തന്നെ എല്ലാത്തേലും പേരൊന്ന് എഴുതി. അപ്പം ഈ പേര് എഴുതെടുത്തപ്പോഴത്തേനുമല്ലോ വീണ്ടും നൊസ്റ്റാൾജിയ. അയ്യോ എനിക്കിത് നമ്മൾ ഇത്ര പെട്ടെന്നാണ് വളർന്നു പോയെന്നൊരു തോന്നല. കാരണം ഈ ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ തുറന്ന് എൻ്റെ പേര് എഴുതാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങിയത് ആദിദേവ് എന്നുള്ളതിൻ്റെ എഴുതുന്നതിന് ഞാൻ തൊട്ട് മുന്നേ ജിയാ സത്യം പറഞ്ഞാൽ എഴുതാൻ തുടങ്ങി. ഭാഗ്യത്തിന് ഏതായാലും മിസ്റ്റേക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാനും ആദ്യക്കുട്ടിനോട് അതെല്ലാം ഇരുന്ന് എഴുതി പൊതിഞ്ഞ് ആദ്യം എന്തിനോ അതിലതിനോട് വീർപ്പിച്ച് നടക്കുക കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ പക്ഷേ പൊതിഞ്ഞെടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ആദ്യം എല്ലാം ഒന്ന് ഫുള്ള് ഓരോ പീസായിട്ട് കട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ എല്ലാ സൈഡിലുള്ളത് കട്ട് ചെയ്തു. പിന്നെ ഒന്നിച്ച് എല്ലാം ഒന്ന് അകത്തോട്ടാക്കി. അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടമായ, നമ്മുടെ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ഒന്ന് ഇടണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ബായ്.